എം.ടി. വാസുദേവൻ നായരുടെ ആരോഗ്യനില അതീവ ഗുരുതരമായി തുടരുകയാണ്. കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ അതിതീവ്ര പരിചരണ വിഭാഗത്തിലാണ് അദ്ദേഹം ഇപ്പോൾ. ഹൃദയസ്തംഭനം സംഭവിച്ചെന്ന് വ്യക്തമാക്കി മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തിറങ്ങി. നിരവധി പ്രമുഖരാണ് അദ്ദേഹത്തെ ആശുപത്രിയിൽ സന്ദർശിച്ചത്. ഞാൻ എം.ടി. ഐസിയുവിൽ കയറി കണ്ടു. അദ്ദേഹം ഈ പ്രാണവായുവിൻ്റെ ഒരു മുഖംമൂടി, ഓക്സിജൻ മാസ്ക് എന്ന് പറയും, അത് വെച്ചാൽ കിടക്കുന്നത്. കണ്ണ് അടച്ചാണ് ഞാൻ കണ്ടത്. അപ്പോൾ ഞാൻ നഴ്സിനോട് ചോദിച്ചു, അദ്ദേഹം ഉറങ്ങുകയാണ്? അവർ പറഞ്ഞു ഉറങ്ങുകയല്ല, ക്ഷീണമുണ്ട്, വിളിച്ചോളൂ എന്ന്. അങ്ങനെ ഞാൻ വിളിച്ചോ മനസ്സിലായില്ലെന്ന് അറിയില്ല. അദ്ദേഹം കണ്ണ് തുറന്നില്ല. പിന്നെ നഴ്സ് വന്ന് വിളിച്ചു, ഇന്ന ആൾ വന്നിട്ടുണ്ടെന്ന്. അപ്പോഴും അദ്ദേഹം കണ്ണ് തുറന്നില്ല. ഞാൻ പിന്നെ ഒരു 4-5 മിനിറ്റ് അവിടെ നിന്നിട്ട് പോരുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ വേണ്ടപ്പെട്ട എല്ലാ ആളുകളും ഇവിടെ ഉണ്ട്. എനിക്ക് മനസ്സിലായത് വളരെ വളരെ സന്നിഗ്ധാവസ്ഥയിലാണ്, ക്രിട്ടിക്കലാണ്. വാസുദേവൻ നായർ മഹാഭാഗ്യവാനാണ്. വാസുദേവൻ നായർ അത്രയും ഭാഗ്യമുള്ളൊരു എഴുത്തുകാരൻ എൻ്റെ ധാരണയിൽ ഈ ഭാഷയിൽ ഉണ്ടായിട്ടില്ല. എല്ലാ കാര്യത്തിലും, എഴുത്തിൻ്റെ കാര്യത്തിൽ, സിനിമയുടെ കാര്യത്തിൽ, ജോലിയുടെ കാര്യത്തിൽ, പത്രപ്രവർത്തനത്തിൽ, സാംസ്കാരിക പ്രവർത്തനത്തിലൊക്കെ വളരെ ഭാഗ്യവാനായൊരു മനുഷ്യൻ. പ്രസംഗം തൻ്റെ ഒരു ആവിഷ്കാര മാധ്യമമാണെന്ന് എടുക്കാത്ത ഒരാളാണ്. ധാരാളം പ്രസംഗിച്ചിട്ടുണ്ട്. ആ പ്രസംഗത്തിൻ്റെ സമാഹാരങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ സമാഹാരം എഡിറ്റ് ചെയ്ത് ഞാനാണ്, വാക്കുകളുടെ വിസ്മയം എന്ന് പറഞ്ഞിട്ട്. ഇനിയും വേറെ ആർക്കോ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് താല്പര്യമില്ല പ്രസംഗിക്കാൻ, അദ്ദേഹത്തിന് താല്പര്യം എഴുതാനാണ്, അല്ലെ വായിക്കാൻ. സിനിമയെക്കാളും കൂടി അദ്ദേഹം സാഹിത്യത്തെ മതിക്കുന്ന ഒരാളാണ്. ഡോക്ടർമാർ സാധ്യമാകുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, എല്ലാ മെഡിക്കൽ സപ്പോർട്ടും കൊടുക്കുന്നുണ്ട്, സാധ്യമാകുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, സാധ്യമാകുന്ന എല്ലാ കാര്യങ്ങളും നോക്കുന്നുണ്ട്, എല്ലാവിധ മെഡിക്കൽ സപ്പോർട്ടും കൊടുത്തുകൊണ്ടാണ് പോകുന്നത്. ഇപ്പോൾ CV അനുമോദ് വിവരങ്ങളുമായി ചേരുകയാണ്. അനുമോദ്, ഔദ്യോഗികമായി ആശുപത്രി അധികൃതർ തന്നെ മെഡിക്കൽ ബുള്ളറ്റിനിലൂടെ അദ്ദേഹത്തിന്റെ ആരോഗ്യനില സംബന്ധിച്ചുള്ള വിവരങ്ങൾ നൽകുമെന്നാണ് അവിടെ എത്തിയ ജനപ്രതിനിധികൾ ഉൾപ്പെടെ നമ്മളോട് നേരത്തെ പറഞ്ഞിരുന്നത്. ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന ആരോഗ്യസ്ഥിതി സംബന്ധിച്ചുള്ള വിവരങ്ങൾ എന്താണ്? അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചുള്ള മെഡിക്കൽ ബുള്ളറ്റിൻ ഇതുവരെ പുറത്തിറങ്ങിയിട്ടില്ല. 11:30 പുറത്തിറങ്ങിയ ബുള്ളറ്റിൻ മാത്രമാണ് ഉള്ളത്. നിലവിലെ സ്ഥിതി അതേ നിലയിൽ തന്നെ തുടരുന്നു എന്നുള്ളതാണ് നമുക്ക് അറിയാനാകുന്നത്. ശ്വാസതടസ്സമുണ്ട്, ഹൃദയസ്തംഭനമുണ്ടായതിൻ്റെ തുടർ പ്രശ്നങ്ങളുണ്ട്, ശ്വാസകോശത്തിൽ നീർക്കെട്ടുണ്ട്. അപ്പോൾ ജീവൻ രക്ഷിക്കാൻ ഇപ്പോഴും സാധ്യമായതെല്ലാം ചെയ്യുന്നു എന്ന് തന്നെയാണ് ആശുപത്രി അധികൃതർ വ്യക്തമാക്കിയത്. അദ്ദേഹത്തെ നേരത്തെ ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള സന്ദർശിച്ച് പുറത്തിറങ്ങിയിരുന്നു. അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞപ്പോഴും അദ്ദേഹത്തിന് ശ്വാസതടസ്സവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട്, സാധ്യമായ എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ച് ജീവൻ രക്ഷിക്കാൻ ശ്രമിക്കുന്നു എന്ന ഒരു ഫലം കാണുമെന്നൊരു പ്രാർത്ഥനയാണ് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതികരണം. ഇപ്പോൾ സാംസ്കാരിക സാമൂഹ്യ രംഗത്തെ നിരവധി പ്രമുഖർ അദ്ദേഹത്തെ കാണുവാനായിട്ട് കോഴിക്കോട് ആശുപത്രിയിലേക്ക് എത്തുന്നുണ്ട്. എല്ലാവരും പലരും ഇവിടെ തുടരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. വന്നവരൊക്കെ ഇവിടെ തുടരുന്നുണ്ട്. അപ്പോൾ പൊന്നാനി MLA P നന്ദകുമാർ അടക്കമുള്ളവർ ഉച്ചയ്ക്ക് വന്നതാണ്. അദ്ദേഹമൊക്കെ ഇവിടെ തുടരുകയാണ്. നമുക്കറിയാം, അദ്ദേഹവുമായിട്ട് വലിയ ആത്മബന്ധമാണ് പലർക്കും ഉള്ളത്. അത് കേവലം സാഹിത്യ മേഖലയ്ക്ക് അപ്പുറത്ത് വലിയ ബന്ധങ്ങളുള്ള വ്യക്തിയാണ്. സാംസ്കാരിക മേഖലയിൽ കേവലം എഴുത്തിൻ്റെ മാത്രം ലോകത്തായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ ആ സപര്യ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ സിനിമാ രംഗത്താകട്ടെ, പത്രപ്രവർത്തന രംഗത്താവട്ടെ, സാഹിത്യരംഗത്താകട്ടെ, സാംസ്കാരിക രംഗത്താകട്ടെ, ഇവിടെയെല്ലാം തന്നെ മലയാളത്തിൻ്റെ യശസ് ഉയർത്തുന്ന, മലയാളത്തിൻ്റെ പ്രശസ്തി ലോകമെമ്പാടും എത്തിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ച ഒരു മഹാരഥനാണ് MT. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെ ജീവൻ സാംസ്കാരിക കേരളത്തിന് ഏറെ വിലപ്പെട്ടതാണ്. അപ്പോൾ സാധ്യമായ എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ച് അദ്ദേഹത്തിൻ്റെ ആഗ്രഹങ്ങളനുസരിച്ച് ചികിത്സകളൊക്കെ തന്നെ ചെയ്യുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. എന്നാലും ഏറ്റവും പ്രധാനപ്പെട്ട നമുക്ക് കാത്തിരിക്കുന്നത് മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തിറങ്ങുന്നതിനാണ്. വൈകുന്നേരം 6 മണിയോടെ രണ്ടാമത്തെ മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തിറങ്ങുമെന്നാണ് അറിയുന്നത്. അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ അതിലായിരിക്കും ഔദ്യോഗികമായിട്ട് നമുക്ക് വ്യക്തമാവുക. എന്നാണെങ്കിലും കോഴിക്കോട്ടേക്ക് പ്രമുഖരുടെ സന്ദർശനം തുടരുന്ന ഒരു സാഹചര്യം കൂടിയാണ് നമുക്കിവിടെ കാണാനാകുന്നത്. ആശുപത്രിക്ക് മുന്നിൽ നിന്ന് CV അനുമോദാണ് വിവരങ്ങൾ നൽകിയത്. കേരളം പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. അദ്ദേഹം പൂർണ്ണാരോഗ്യവാനായി ആശുപത്രിയിൽ നിന്ന് വിടുന്നത് കാത്തിരിക്കുകയാണ്. എന്തായാലും മെഡിക്കൽ ബുള്ളറ്റിൻ 6:30 പുറത്തുവരും എന്നതാണ് CV അനുമോദ് സൂചിപ്പിക്കുന്നത്.